السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. നമ്മുടെയൊക്കെ ജീവിതം ഈ ലോകത്തത് വളരെ നൈമിഷികം മാത്രമാണ്. പാരത്രികമായ ലോകത്തേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ടുള്ളത്. പാരത്രിക ലോകത്ത് ആദ്യത്തെ വീട് ഖബറാണ്. ആ ഖബറിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതമൊക്കെ വളരെ സന്തോഷത്തിലും റാഹത്തിലുമാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഖബറിലെങ്ങാനും ഒരാൾ പരാജയപ്പെട്ട് അവിടെ രക്ഷയില്ലാതെ ശിക്ഷിക്കപ്പെട്ടാൽ അവൻ്റെ ജീവിതം പാരത്രികമായ ലോകത്ത് അറ്റമില്ലാത്ത ജീവിതം വളരെയധികം ദുസ്സഹകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മഹാനവകൾ പറയുന്നുണ്ട്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ജിനാസ, ഞങ്ങൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു ജനാസ സംസ്കരണ മുറകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ അവിടുന്ന് അതാ ഖബറിൻ്റെ ചാരത്ത് വന്നു നിന്നുകൊണ്ട് ഫവക്കാ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞ് അവിടുത്തെ കണ്ണുനീരൊഴുകി അത് അവിടുത്തെ മണ്ണിൽ ഉറ്റുമാർ മണ്ണ് നനയുന്ന രൂപത്തിൽ അത്രത്തോളം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഈ ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടി, ഇവിടെ രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്യണേ, പരിശ്രമിക്കണേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം ഗൗരവത്തോടുകൂടെ നമ്മെ ഉണർത്തിയെങ്കിൽ നിങ്ങൾ നോക്കുക, നാം 5 നേരത്തെ നിസ്കാരത്തിൽ മാത്രമല്ല സുന്നത്ത് നിസ്കാരങ്ങളിലടക്കം നമ്മോട് ഒരിക്കലും ഒഴിവാക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബർ ശിക്ഷയിൽ നിന്നും എന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, കാവൽ തേടുന്നു എന്നുള്ള പ്രാർത്ഥന അത് ഫർള് നിസ്കാരങ്ങളിലും സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ കൃത്യമായി നിർവഹിക്കണം. അത് ഒഴിവാക്കൽ കറാഹത്താണെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി. അതിന് മാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഖബറിലെ ജീവിതം. അതുകൊണ്ട് തന്നെ ഖബറിൽ നമുക്ക് ഉപകാരപ്പെടുന്ന അമലുകൾ ധാരാളം നമ്മൾ ചെയ്തു വെക്കണം. ധാരാളം അറിവുണ്ടായത് കൊണ്ട് കാര്യമില്ല. അറിവതനുസരിച്ച് അമൽ ചെയ്യാൻ ഒരാൾക്ക് തൗഫീഖ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചുവെങ്കിൽ അത് ഖബറിൽ പോയി കിടക്കുമ്പോൾ ആ ചെയ്ത അമലുകൾ അയാൾക്ക് ഉപകാരപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നമ്മളെ മക്കളെയും അതിന് പ്രാപ്തരാക്കണം. നല്ല സ്വാലിഹീങ്ങൾ മക്കൾ ഒരാൾക്കുണ്ടായെങ്കിൽ ആ മക്കളുടെ പ്രാർത്ഥന, മാതാപിതാക്കൾക്ക് വേണ്ടി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി മക്കൾ നടത്തുന്ന പ്രാർത്ഥനയും ഖബറിൽ ഉപകാരപ്പെടുന്ന ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മക്കളെയൊക്കെ ഖബറിസ്ഥാനിലേക്ക് കൊണ്ടുപോയി അവിടെ ദുആ ചെയ്യാനൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ, നാം മരണപ്പെട്ട് ഖബറിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഖബറിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അർഹമുർ റഹീമായ റബ്ബ് അവൻ്റെ മഹദ ഫള് കൊണ്ട് ഖബറിൽ അല്ലാഹു നമുക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും രക്ഷ നൽകട്ടെ. അവൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.